അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ചോക്ലേറ്റ് ട്രഫിളിൻ്റെ കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തൊട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനി സെക്കൻഡ് തൊട്ടും ഡിസൈനാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ ലൈക്ക് അടിക്കാൻ മറന്നവർക്കൊന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് അടിക്കുക, പിന്നെ ബെൽ ബട്ടൺ മറക്കാതെ അടിക്കുക. എന്നാലേ നമ്മളിടുന്ന കേക്കിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത് കേക്കിൻ്റെ മേൽ കൂടെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് വെച്ചിട്ട് സ്പാച്ചുലർ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഷേപ്പാക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ ഷേപ്പിംഗ് മൊത്തം കഴിഞ്ഞ് അപ്പോൾ ഡിസൈനിൻ്റെ ഫസ്റ്റ് കട്ടായിട്ട് നമ്മൾ ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ചുറ്റിനൊന്ന് കറക്കുക. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറന്നവർ ഒന്ന് ചെയ്തോട്ടോ. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഈ കേക്കിൻ്റെ സൈഡിൽ കൂടെ ഇതാക്കുക. ചോക്ലേറ്റ് വേണമല്ലോ, ചോക്ലേറ്റ് ട്രഫിൾ കേക്കല്ലേ, അപ്പോൾ ആവശ്യത്തിന് നല്ല രീതിക്ക് ചോക്ലേറ്റ് ഇട്ടോളൂ. പിന്നെ കേക്കിൻ്റെ മേളിൽ കൂടെ മൊത്തം ഒന്ന് ചോക്ലേറ്റ് വീണാശി ഇതാക്കുക. പിന്നെ നമുക്ക് ഈ സൈഡിൽ കൂടെ ആക്കിയതൊരു രസം തോന്നാത്തതും കൊണ്ട് നമ്മൾ സൈഡിൽ മൊത്തം ചോക്ലേറ്റ് ഇതാക്കിയിട്ട് സ്പാച്ചുലർ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ കേക്കിൻ്റെ താഴെ കൂടെ മൊത്തം ഈ റൗണ്ട് ആയിട്ടൊരു പൂവിൻ്റെ ഡിസൈനിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നവർ അതും ചെയ്തോ. പിന്നെ നമ്മുടെ കേക്കിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും വെച്ച് പിന്നെ ഡേവിസിൻ്റെ നമുക്ക് പേര് ചെയ്തുണ്ടായിരുന്നത്. അപ്പോൾ ഡേവിസിനും പേര് ചെയ്ത് കേക്ക് സെറ്റാക്കി. ഇനി കുറച്ചുകൂടെ പണികളേ ഉള്ളൂ. പിന്നെ നമ്മൾ വെച്ചത് ഈ ഫോണ്ടൻ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയ കുറച്ച് പൂക്കളാണ്. ഇതിൻ്റെ കട്ടറുണ്ട്, ആ കട്ടർ വെച്ചിട്ട് ഈ പൂക്കൾ മുറിച്ചെടുത്ത് പിന്നെ അത് നമ്മളെ കേക്കിൽ വെച്ച്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണി കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളത്തെ വീഡിയോ മറക്കാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.